അതിജീവിത ഔദ്യോഗികമായി തന്നെ പാർട്ടി അധ്യക്ഷന് പരാതി സമർപ്പിക്കുകയും ആ പരാതി KPC അധ്യക്ഷൻ DGPക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം രാഹുലൊരു പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി തലത്തിലാണ് അന്വേഷിക്കുക. പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ സസ്പെൻഷനായതുകൊണ്ട് തന്നെയാണ് KPC പ്രസിഡന്റ് അത് DGPക്ക് ഫോർവേഡ് ചെയ്തത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും. ഈ പറഞ്ഞതുപോലെ സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോഴത്തെ കുറച്ചുകൂടി നേരത്തെ ശക്തമായ നടപടി വേണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇല്ല, അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനം എടുക്കുക. ഞങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലും ഉണ്ട്, പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. ഈ പുറത്തു വന്ന ഓരോ പരാതികളും തെളിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ മാലിന്യമായിരുന്നു എന്ന് തന്നെയാണ് തെളിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ MLA സ്ഥാനത്ത് പോലും തുടരുന്നത് ശരിയാണോ? ഈ ഒരു അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. അല്ല, അദ്ദേഹത്തിന് സ്വന്തം ലഭിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പദവി അല്ലല്ലോ MLA സ്ഥാനം, പാർട്ടി നൽകിയ പദവിയല്ല. അപ്പോൾ പാർട്ടിക്ക് തന്നെ അതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലേ? പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം? പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധി, ഇവർക്കൊന്നും ഇമ്മാതിരി പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല. രാഹുലിനെ തിരിച്ചറിയാൻ പാർട്ടി വൈകിപ്പോയി. ഇപ്പം ആർക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ? AIക്ക് പോലും കഴിയുന്നില്ല, പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത്? ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്, ആ പുകഞ്ഞ കൊള്ളിയോട്ട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാർട്ടി നടപടിയെടുക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കില്ല. ഞങ്ങൾ പാർട്ടിയുടെ അച്ചടക്കവും മാത്രമല്ല, പാർട്ടിയുടെ സൽപ്പേര്, ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സദാചാരമാണ്. ഇപ്പോൾ കിട്ടിയ പരാതി നിങ്ങൾ ഉടൻ തന്നെ DGPക്ക് കൈമാറി കേസെടുക്കാൻ പോകുന്നു. പക്ഷെ സമാനമായ സാഹചര്യങ്ങളിൽ CPM കിട്ടിയ പരാതികൾ അവർ പോലീസ് കൈമാറാതെ കമ്മീഷന് വയ്ക്കി അതിന്റെ തീവ്രത അളക്കുകയാണ് ചെയ്തത്. എന്താ ഈ ഒരു ഇട്ടത്താപ്പം? ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം എന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. പക്ഷെ സമാന പരാതികൾ കമ്മീഷനെ വിട്ട് അന്വേഷിപ്പിച്ച CPM പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെതിരെ വലിയ കടുത്ത ഭാഷയുടെ വിമർശനം ഉന്നയിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിമർശനം ഞങ്ങൾ കണക്കിലെടുക്കുന്നേ ഇല്ല. കാരണം അവരുടെ ഒരുപാട് ആൾക്കാരുടെ പേരിൽ പരാതിയുണ്ട്. അത് അവരുടെ സംസ്കാരം. ഞങ്ങൾ അങ്ങനെയല്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യത വേണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അടിയന്തര യോഗം ഏതാ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്.
അദ്ദേഹം ഏതാ പാർട്ടി ഏതായാലും ഞാൻ പറഞ്ഞല്ലോ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ പറഞ്ഞ അടിയന്തര KPCC യോഗം അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. അങ്ങനെ ഈ കൂടിയാലോചന നടന്നോ? ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്താണ് മറുപടി? അതായത് ആക്ഷനിലൂടെ വരും. കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് സംസാരിച്ചത്. കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങും. സദാചാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പൊതുപ്രവർത്തകന് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. CPM-നെ പോലെയല്ല, പാർട്ടിയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആ ശുദ്ധത ആവശ്യമുണ്ട്. അതില്ലാത്തവർക്കെതിരെ ശക്തമായ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോകും. സദാചാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. കെ മുരളീധരൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ശക്തമായ ഒരു നടപടി പാർട്ടിയിൽ നിന്നും ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വരുമെന്ന് തന്നെ കരുതാമോ? മോദി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിൽ ഏറ്റവും ഷാർപ്പായ ഒരു പ്രതികരണം കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതിരൂക്ഷമായ വിമർശനം രാഹുലിന്റെ നടപടിക്കെതിരെ ഉണ്ടാകുന്നു. വന്ന പരാതി, പുതിയ പരാതി കൂടി വന്ന പശ്ചാത്തലത്തിൽ രാഹുൽ പാർട്ടിക്ക് പുറത്തേക്ക് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് കെ മുരളീധരൻ നടത്തുന്നത്. കെ മുരളീധരൻ അങ്ങനെ ഒറ്റയ്ക്കൊരു പ്രതികരണം നടത്താൻ സാധ്യത വളരെ കുറവാണ്. KPCC അധ്യക്ഷനുമായി കൃത്യമായി തന്നെ താൻ കാര്യങ്ങൾ കൂടിയാലോചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുമ്പോൾ രാഹുലിനെതിരെ ശക്തമായ നടപടി, രാഹുൽ പാർട്ടിക്ക് പുറത്തേക്ക് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റിദ്ധരുത്താനുള്ള അവസരം നൽകലാണ്, അല്ലെങ്കിൽ ഇത്തരം വീഴ്ചകൾ വരുന്ന ആളുകൾക്കെതിരെ അവർക്ക് ഒരു തെറ്റിദ്ധരുത്തലിനുള്ള അവസരം നൽകലാണ് സാധാരണ രീതി. പക്ഷേ ഈ കാര്യത്തിൽ, രാഹുലിന്റെ കാര്യത്തിൽ തെറ്റിദ്ധരുത്തലിനുള്ള അവസരം നൽകാനുള്ള സ്കോപ്പില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കെ മുരളീധരൻ. അതിനാൽ തന്നെ അതിശക്തമായ നടപടിയിലേക്ക് കോൺഗ്രസ് പാർട്ടി നീങ്ങുന്നു എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. രാഹുലിനെതിരെ ബ്രഹ്മാസ്ത്രം കോൺഗ്രസ് എപ്പോൾ പ്രയോഗിക്കും എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. ഇപ്പോൾ KPCC യോഗം വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ KPCC യോഗം വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേതാക്കൾ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തിയാൽ മതി. നമ്മൾ ഇന്ന് രാവിലെ നൽകിയ വാർത്ത പോലെ ഓൺലൈനായി ഒരു യോഗം ഇന്ന് തന്നെ ഉണ്ടാകും. ആ യോഗത്തിന് ശേഷം രാഹുലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ആ യോഗത്തിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ കെ മുരളീധരൻ കൂടി പങ്കെടുക്കുന്നുണ്ട്. മുൻ KPCC അധ്യക്ഷനായ കെ മുരളീധരൻ കൂടി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ആ യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയാണ് പ്രതികരിച്ചത് എങ്കിൽ കെ മുരളീധരൻ ആ യോഗത്തിൽ പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പാണ്. അതിശക്തമായ നടപടി രാഹുലിനെതിരെ വേണമെന്ന കാര്യം കെ മുരളീധരൻ ആവശ്യപ്പെടും. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കെ മുരളീധരനെ എതിർക്കാൻ സാധ്യതയില്ല. സമാനമായ നിലപാട് തന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുഴുവൻ ആളുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ഈ പറഞ്ഞ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത നടപടി അർഹിക്കുന്നുണ്ട് എന്നതറിയാം. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ പരിഗണിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഒരു നിലപാട് എടുക്കുക, നടപടി എടുക്കുക, പാർട്ടി ഏത് തരത്തിൽ ബാധിക്കും എന്ന തരത്തിൽ കൺസേൺ ഉള്ളവരും പാർട്ടിക്കുള്ളിലില്ലേ? കെ മുരളീധരൻ കൃത്യമായി തന്നെ ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കേണ്ടത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ എണ്ണി പാർട്ടി പ്രവർത്തകർ താഴെത്തട്ടിൽ പ്രവർത്തിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകരെ ആകെ, ഏറ്റവും താഴെത്തട്ടിൽ മത്സരരംഗത്തുള്ള ആളുകളെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റ ഒരാളെ കൊണ്ട് പാർട്ടിക്ക് ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് ആ ബാധ്യത ചുമക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടി നേതാക്കൾ കൂടിയാലോചിച്ച് കർശനമായ നടപടിയെടുക്കും എന്ന് തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട രണ്ട് പരാമർശങ്ങൾ, ഒന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കെ മുരളീധരൻ പറയുന്നു. അതോടൊപ്പം തെറ്റിദ്ധരുത്തലിനുള്ള ഒരു അവസരം രാഹുൽ ഇനി നൽകേണ്ടതില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ്റെ നിലപാട്. അതായത് രാഹുലിനെ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത് പോലെ ആദ്യ പരാതി ഉണ്ടായപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടി ഭാരവാഹി എന്നുള്ള പാർട്ടി ചുമതലകളിൽ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇനി കൂടുതൽ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ, കോടതി തീരുമാനിക്കട്ടെ, അതിനുശേഷം മറ്റു നടപടികൾ എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. പാർട്ടിയിൽ നിന്നും രാഹുൽ പുറത്തേക്ക് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ വരുന്നു. ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പല്ലായിരുന്നുവെങ്കിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ രാഹുലിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് പാർട്ടി നീങ്ങില്ലായിരുന്നു, കോടതി തീരുമാനത്തിന് കാത്തിരുന്നതിനെ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല അവസ്ഥ.
വീട് കയറുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും, ഓരോ കോൺഗ്രസ് പ്രവർത്തകനും UDF പ്രവർത്തകനും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുന്നു. അങ്ങനെ പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്ന, മുന്നണി പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. മുരളീധരൻ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു പറയാത്ത ഒരുപാട് നേതാക്കൾ പാർട്ടിയിലുണ്ട്, രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ട്. സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന പല നേതാക്കൾക്കും സമാനമായി തന്നെയുള്ള നിലപാടുണ്ട്. ഗൂഢാലോചന എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ പരസ്യമായി രാഹുലിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയ ആളുകളൊക്കെ രാഹുലിനെതിരെ ഉണ്ടാകുന്നത് ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നൊക്കെ പറയുന്ന ചില നേതാക്കളുണ്ടെങ്കിലും അവർക്കും കൃത്യമായി തന്നെ ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനാൽ തന്നെ രാഹുലിനെതിരെ അടിയന്തരമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മോദി ശരി, അമൽ തേനമ്പറമ്പിലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. കെ മുരളീധരൻ അതിശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ അതിനേക്കാൾ ശക്തമായി അഭിപ്രായം അറിയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഉചിതമായ തീരുമാനവുമായി KPCC മുന്നോട്ട് പോകുമെന്നാണ് കെ മുരളീധരൻ അറിയിച്ചിട്ടുള്ളത്.